ഹലോ കൂട്ടുകാരെ, ഇവിടെ കണ്ട മഞ്ഞ് എൻ്റെ ചക്രമുത്ത് മഞ്ഞ് കോരുവാണ്. ഏവൽ, ഹൗ ഈസ് യുവർ ഫീലിങ്സ്? ഓക്കെ, ഗുഡ്. ഞാൻ കുറേ കോരി. നല്ലൊരു എളുപ്പമുള്ള പണിയല്ല ഈ മഞ്ഞ് കോരൽ. മഞ്ഞ് കോരുന്നൊരു മെഷീൻ കേടായിരിക്കും ഞങ്ങളുടെ. ഭയങ്കര ഹാർഡിൽ ഇനി ഇതിങ്ങനെ ചെയ്ത് കോരാൻ പറ്റുള്ളൂ. അത് നന്നാക്കണമെങ്കിലൊക്കെ വല്ലാത്ത പാടാണ്. ഇനിയിപ്പോൾ ഈ വർഷം ഇങ്ങനെ ഹാർഡ് ചെയ്ത് കോരാൻ പറ്റുള്ളൂ അല്ലേ ഏവലെ? ഹാർഡ് വർക്ക് അല്ല, ഒരു രക്ഷയില്ല. ഹാർഡ് വർക്കാണ് ജീവിതത്തിൻ്റെ വിജയമല്ലേ? ദിസ് ഈസ് യുവർ എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓർ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല അല്ലേ? ലാസ്റ്റ് ഇയർ ലിറ്റിൽ ബിറ്റ് യു ഡിഡ് ഇറ്റ് റൈറ്റ്? ഓക്കെ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. ഞാനിപ്പോൾ ജോലി ചെയ്തിട്ട് വണ്ടിയും കൊണ്ട് വന്ന് വണ്ടി ഡ്രൈവേയിലേക്ക് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ വണ്ടി അവിടെ റോഡിന് നടുക്ക് തന്നെ ഇട്ടേക്കുക. അല്ലാതെ പറ്റത്തില്ല. ഇതുപോലെ മഞ്ഞ് കിടക്കുന്നിടത്ത് നോക്കി ഇത്രയും ആഴത്തിലാണ് മഞ്ഞ്. ഇതുകൊണ്ടോ നിങ്ങൾ, എൻ്റെ അരയോളം ഉണ്ട് മഞ്ഞ്. എനിക്ക് കാണാൻ പറ്റുമായിരിക്കും, അത്രയ്ക്കും മഞ്ഞാണ്. കണ്ടോ, വീടിൻ്റെ ഭാഗത്തോടും മഞ്ഞേ. അപ്പം ഇനി ഇത് കോരുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ഓ, ബി കെയർഫുൾ. നോ നീഡ് ടു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഊബർ വിളിച്ച് വന്നാൽ മതിയായിരുന്നു. വണ്ടി അവിടെ ഇട്ടിട്ടെന്ന് ഇപ്പം തോന്നുന്നു. ഇപ്പോൾ ഇത് ഒരു 1.5 മണിക്കൂർ എടുക്കും ഇതൊന്ന് ക്ലീൻ ചെയ്ത്. നമ്മൾ ഇത്രയും നേരമായിട്ട് 1 മണിക്കൂറായി ക്ലീൻ ചെയ്യുന്നത്. ഇതിൻ്റെ പകുതിയായിട്ട് ഇനി റോഡടക്കം ക്ലീൻ ചെയ്ത് കയറിയാലേ വണ്ടി ഇങ്ങോട്ട് കയറുള്ളൂ. അല്ലെ വണ്ടി മഞ്ഞിൽ താണു പോകും. പിന്നെ ഇന്നലെയൊക്കെ മഞ്ഞിൽ താണിട്ട് എടുക്കാൻ പറ്റാ പാട് ഒരു വിധത്തിൽ. അല്ലേ അത് പിന്നെ 200-400 കൊടുത്ത് സ്റ്റോ വന്നെടുക്കേണ്ടി വരും. ആ ഒരവസ്ഥയാവും അതിന്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ആ ഏരിയ മൊത്തം വൃത്തിയാക്കിയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. നോക്കിയാൽ മഞ്ഞിൽ കുളിച്ച് നല്ല ഭംഗിയൊക്കെ കാണാനും വിസിറ്റ് ചെയ്യാനൊക്കെ രസമാണ്. പക്ഷേ എന്നും ഈ മഞ്ഞ് ആകുമ്പോഴും കോരലും വണ്ടി ക്ലീൻ ചെയ്യലും ആകുമ്പോഴേ നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ. അത് ജോലിക്ക് പോകാനും എല്ലാം ഒരു മടി വരുന്ന കാര്യമല്ലേ? പക്ഷേ ഇപ്പോൾ ഇത് യൂസ്ഡ് ആയെന്ന് പറഞ്ഞാലും ഈ വർഷം വളരെ കൂടുതലാണ് മഞ്ഞ്. അതാണ് പ്രത്യേകത. കഴിഞ്ഞ വർഷമൊക്കെ 1, 2, 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ഇതെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടേ. അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ കുറച്ച് കാര്യമില്ല, സാഹചര്യങ്ങളെ മറികടന്നല്ലേ പറ്റുള്ളൂ. കാലാവസ്ഥ നമ്മുടെ കയ്യിലല്ലോ. അപ്പോൾ എന്തായാലും ഏവലെ, യു ടയേർഡ്? ഇഫ് യു ടയേർഡ് ഐ വിൽ ഡു റെസ്റ്റ് ഓഫ് ദ തിങ്. ഓക്കെ.